പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് നമ്മളെ തന്നെ താഴ്ത്തിയാൽ അവർ വിളിച്ചില്ല, നമ്മൾ പോയില്ല, പക്ഷെ നീ ദൈവപൈതലാണെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവർ നിന്നെ ഒഴിവാക്കി താത്തിക്കേട്ടി തള്ളിപ്പറഞ്ഞു ചവിട്ടിത്താഴ്ത്തി എന്നും പറഞ്ഞ് എപ്പോഴും പക, വിദ്വേഷം, ശത്രുത ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നിനക്ക് ദിവ്യകുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നീ അശുദ്ധമായിരിക്കുകയാണ് ശരിക്കണത്. വിശുദ്ധി എന്ന് പറയണത് വിശ്വാസമനുസരിച്ചുള്ള ജീവിത രീതിക്കാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒരു അച്ഛനോട് ചേർന്ന് ധ്യാനിക്കുമ്പോഴേ നിങ്ങൾ സന്തോഷമായി വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടി ഈശോയുടെ നാമത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഈശോന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ ശക്തീകരിക്കുവാനും സ്വയം എളിമപ്പെടുത്തുന്ന വചനങ്ങള് ജീവിതത്തിന്റെ വിശ്വാസ വചനങ്ങളെ കേൾക്കുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ അതിൽ വിശ്വസിച്ച് അതിൽ വളരുവാൻ എന്നെ വചനത്തിന്റെ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചില്ലേ, അതായത് തന്നെ താഴ്ത്തുക, അതാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ വഴി. അതാണ് പത്രോസ് തിരഞ്ഞെടുത്തത്. തൻ്റെ ഇല്ലായ്മ ആരുടെ മുമ്പിലും പരസ്യമായി പറയുന്നതിന് യാതൊരു ഇൻഹിബിഷൻസുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോഴും ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ സ്ഥിരതയായി നിൽക്കുകയാണ്. രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരെ നമ്മളെ താഴ്ത്തും. മനുഷ്യന്മാരിലെ ചുറ്റുവട്ടങ്ങളിലുള്ള ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, നമ്മൾക്കൊരു ഇടറ് വരുമ്പോൾ നമ്മളെ താഴ്ത്തും. അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടാണ് ഈശോ. മനുഷ്യന്മാർ തരം കിട്ടിയപ്പോൾ മുതലെടുത്ത് എന്തുമാത്രം വിഷമിപ്പിച്ചു. അത് ഈശോയ്ക്ക് നല്ല ശരിക്കും അറിയാമായിരുന്നു.
ഈശോയ്ക്ക് 800 വർഷം മുമ്പ് ഐസയ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഐസയ 53-ന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും ഇടയായ സംഭവങ്ങളാണ് ഐസയ ഈശോനെക്കുറിച്ച്. അപ്പോൾ മനുഷ്യരൊരു ഏജൻറ്റാ. നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തും. പിന്നെ താഴ്ത്താനുള്ളത് ആരാണ്? മനുഷ്യന്മാർ, ദ എൻ്റയർ കമ്മ്യൂണിറ്റി, സമൂഹം, പൊതുജനം നമ്മളെ താഴ്ത്തും. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ നാളിൽ ഭയങ്കര പത്രപരസ്യങ്ങളും മീഡിയ വേട്ടയാടലൊക്കെ ഇരുന്ന് കൃപാസനത്തിന് ആരാണ്ടൊക്കെ പത്രം കഴിച്ചെന്നൊക്കെ പറഞ്ഞു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ, സമരം വരെ നടന്നു. അപ്പം ചിലപ്പോൾ മനുഷ്യർ, അപ്പം അന്ന് ഞങ്ങളാരും അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. മാതാവിൻ്റെ ഒരു ആധ്യാത്മികതയുണ്ട്. സത്യമല്ലാത്ത കാര്യങ്ങളാണ് പറയണമെങ്കിലും നീതീകരിക്കാൻ പോലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പോലും ഞങ്ങൾ കൂട്ടാക്കിയില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ അങ്ങനെയാണ് ചെയ്തത്. അമ്മയുടെ ആധ്യാത്മികതയാണ് ഫോളോ ചെയ്യണത്. അപ്പം ചിലപ്പം മനുഷ്യർ ചെയ്യണതല്ലത്, നമ്മളെ ഉയർത്താൻ വേണ്ടി ദൈവം മനുഷ്യരെ കരുവാക്കും ചിലപ്പോഴേ. അതുകൊണ്ടാണ് മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും, അതാണ് ഐസയ 53:3, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോഴേ അവൻ എന്താ ചെയ്തത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഹി വാസ് സൈലൻറ്റ്. സൈലൻസിന് ഭയങ്കരമായ ഒരു സ്ഥാനമാണ് ഈ അപമതിക്കപ്പെടുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളോട് പറയുന്നത് തന്നെ പറയും, യു സെൽഫ് ഡു ഇറ്റ്. അതൊരു ഹോംവർക്കാണ്. നീ നിന്നെ തന്നെ ആദ്യം എളിമപ്പെടുത്തുക. തന്നെത്താൻ ഉയർത്തുന്നവനല്ലേ താഴ്ത്തുന്നവനല്ലേ ഉയർത്തപ്പെടുക. അപ്പം അതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തണതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താനുള്ള സാഹചര്യം ദൈവം തരും. രണ്ടാമത്തത്, ദൈവം മറ്റു മനുഷ്യരെ ഉപയോഗിക്കും നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഐസയ 53:3 എഴുതിയിരിക്കുന്നത്, ഈശോ മനുഷ്യരാൽ അവഗണിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും ചെയ്തു, അപമാനിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴവനെന്ത് ചെയ്തു? ഹി വാസ് സൈലൻറ്റ്. 53:7 എന്താ പറയണത്? അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നുവെന്നാണ്. ശാന്തതയാണ് എളിമ. ദൈവം എളിമപ്പെടുത്താൻ വേണ്ടി പൊതുസമൂഹത്തെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മുടെ ഭാഗം നിർവഹിക്കുക. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകും. നോട്ട് നീഡ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ആരാ? നമ്മളല്ല, ദൈവമാണ്. ദൈവത്തിന് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നീ സമയം അനുവദിക്കണം. ദാറ്റ് ഈസ് സൈലൻസ്. അതാണ് സ്പിരിച്വൽ സൈലൻസ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. not following the spirituality of the yoga class. ഒരു യോഗ ക്ലാസ്സിലുള്ള സൈലൻസ് അല്ല ക്രിസ്ത്യൻ സൈലൻസ്. ക്രിസ്ത്യൻ സൈലൻസ്, വി ആർ ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ഫ്രാൻസിസ് അസീസിയുടെ സ്പിരിച്വാലിറ്റിയാണത്. സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ചന്തസ്ഥലത്തെ ആധ്യാത്മികത. ചന്തസ്ഥലത്ത് നിന്ന് എന്തും സംഭവിക്കാം. പൊതുസമൂഹത്തിൽ നിന്ന് എന്തും ചന്തത്തരവും നമുക്ക് സംഭവിക്കും. പക്ഷെ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു സൈലൻസ് ഉണ്ട്. അതാണ് സൈലൻസ്. അല്ലാതെ ഇപ്പോൾ ഒരു പുൽപ്പായ എടുത്തിട്ട് നമ്മളെ കണ്ണടച്ച് കൈയും കുപ്പി ചമ്പരം കുട്ടിയിരുന്ന് ധ്യാനിക്കുന്ന സൈലൻസ് അല്ലത്. ജീവിത പ്രശ്നങ്ങളോട് പ്രതിരോധിക്കുമ്പോൾ വി ആർ ഫോളോയിങ് ദ മരിയൻ മെത്തേഡ് ഫോർ സ്പിരിച്വാലിറ്റി.
അമ്മ അങ്ങനെയായിരുന്നു. അമ്മ ചവിട്ടിക്കൂട്ടപ്പെട്ട കാലത്ത് അമ്മ പെറ്റ് കിടന്നിട്ട് പോലും ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ഇടയന്മാരാണ് വന്നത്. ഒരു പരിചയമില്ലാത്ത ഇത്രയും അപ്പായ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഈ ചാണാക്കുഴി പെറ്റ് ചോരയും പിടിച്ച് കിടന്നിട്ട് തണുത്ത് വിറച്ച് കിടന്നിട്ട് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ബട്ട് ഷീ വാസ് സൈലൻറ്റ്. അതാ 2:19 പറയണത്. 2:19 അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് എലിഷ്ബ അമ്മു ഫിലിപ്പ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. 40 വയസ്സാണ്. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്. കുമരകം ആറ്റാമംഗലം സെയിൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചേർച്ചാണ് മാതൃ ഇടവക. ഞാൻ 2019 ജൂണിലാണ് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു. ഇപ്പോൾ പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ കുഹാസ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ MS ഓർത്തോപെഡിക്സ് PG ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പോൾ ആണ് എൻ്റെ റിസൾട്ട് വന്നതിനെ പറ്റിയുള്ളതാണ് പ്രധാനമായിട്ടുള്ള സാക്ഷ്യം. എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എഴുതുമ്പോൾ നമുക്കറിയാം അത് എത്ര ഏകദേശം മാർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പാസിംഗ് സ്കോറിലേക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ അപ്ഡേഷൻ വന്നു. പക്ഷെ എനിക്കത് നോക്കാൻ അത്രയ്ക്കൊരു മനസ്സുറപ്പ് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വചനം എടുത്ത് നോക്കി. ഇപ്പോൾ ഇത് നോക്കണോ, പ്രാർത്ഥിച്ചിട്ട് നോക്കണോ, അതോ ഇവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കണോ എന്ന്. കൃപാസനത്തിൽ വന്ന് എന്താണെങ്കിലും ഓപ്പൺ ചെയ്യുന്നുള്ളൂ റിസൾട്ടെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇശയ്യാ 22:22. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു. അവൻ കെട്ടുന്നത് വേറെ ആർക്കും അഴിക്കാൻ സാധിക്കില്ല, അവൻ അഴിക്കുന്നത് വേറെ ആർക്കും പൂട്ടുവാനും സാധിക്കില്ല എന്നുള്ള. അപ്പോൾ എനിക്കത് പുരോഹിതനെ പറ്റി എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിൽ കിട്ടിയ ബോധ്യം. അപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രെയർ മേടിച്ചിട്ടേ തുറക്കുന്നുള്ളൂ എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഈ വ്യാഴാഴ്ച അച്ഛനില്ല, അതുകൊണ്ട് ഇന്നിവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിയതിന് ശേഷം ഇത് അച്ഛനെ കൊണ്ട് വാഴ്ത്തിയതിന് ശേഷം മാത്രം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഹാൾ ടിക്കറ്റ്. അപ്പോൾ അച്ഛനോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഒന്നുകൂടെ അത് നോക്കിയിട്ട്, നേരത്തെ ഇങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഏതൊരു പോസിറ്റീവായിട്ടാണോ അച്ഛനോട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലത് പാസ്സാവാനുള്ള മാർക്ക് കിട്ടാനുള്ളതില്ല. അച്ഛൻ പിന്നെ അത് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തലയിൽ തട്ടിയിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇരുന്ന് ഞാനിവിടെ ആൾത്താരയിൽ അമ്മയുടെ മുന്നിൽ വെച്ചാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അമ്മ അത് പരിഹരിച്ചു വേണം, ബാക്കിയുള്ള ഇതിലും അമ്മയുടെ ഞാൻ ഉടമ്പടി തന്നെയാണ് ജീവിക്കാൻ ഉറച്ചിരിക്കുന്നതെന്നുള്ള ആ വാഗ്ദാനത്തിൽ എൻ്റെ ഭാഗം ഒന്നുകൂടെ ഈ വിശുദ്ധ മണ്ണിൽ വെച്ച് മുന്നിൽ ഈശോയുടെ അൾത്താരയുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി മനസ്സുകൊണ്ട് പുതുക്കിയതിന് ശേഷമാണ് റിസൾട്ട് നോക്കിയത്. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് പാസ് മാർക്ക് കിട്ടി എന്നുള്ള. പാസ് മാർക്കല്ല, ഞാനത് ഏറ്റവും ഭയപ്പെട്ടിരുന്ന വിഷയത്തിനാണ് മാർക്ക് എനിക്ക് ഈസി എന്ന് വിചാരിച്ചിട്ടുള്ളതിനേക്കാളും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇത് വന്നപ്പോൾ ഇവിടെ ഇപ്പം ഒരാൾ മാത്രമേ, ഞങ്ങൾ മെറ്റേണിറ്റിയിൽ പോയവരായിട്ട് 3 പേരൊക്കെ ആയിരുന്നു ആകെ ഞങ്ങളുടെ ബാച്ചിൽ പിന്നെ എക്സാം എഴുതാനുണ്ടായിരുന്നത്. ഇത്രയല്ല. അപ്പോൾ എനിക്കതിപ്പം മെയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ജാനുവരിയിൽ എക്സാം എഴുതാനുള്ള അറ്റൻഡൻസ് ഇല്ലായിരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് ജാനുവരിയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമായി. അപ്പോൾ എക്സാം സെൻറ്റർ എന്ത് ചെയ്തെന്നാൽ അവിടെ കിട്ടത്തില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ കോഴിക്കോട് നിന്ന് KMCT കോഴിക്കോട് നിന്നുള്ള ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അവിടുന്ന് ഒരു 25 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 9-ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഞാൻ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുവാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെയോ വൈകുന്നേരമോ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് സ്വീകരിക്കാൻ സാധിക്കുന്ന ഇടവക ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ കഴിവതും യാത്ര ചെയ്യത്തുള്ളൂ. അപ്പം അത് അവിടുന്ന് ഈ 9-ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു.
അപ്പോൾ ഒരിക്കലും കിട്ടില്ല ഞങ്ങളുടെ കോളേജിൽ നിന്ന് വരെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ സെൻറ്റർ കോളേജിൽ തന്നെ കിട്ടി. അപ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതിന് ശേഷം വന്ന് കുർബാനയിൽ അല്ല എക്സാമിന് കയറാമെന്നുള്ള വന്നു. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഹാളിൻ്റെ വാതിക്കലപ്പോഴും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പ് അവിടെ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടതിന് ശേഷം മാത്രമാണ് കയറിയത്. ആദ്യം ഇപ്പോൾ എക്സാമിനുള്ള നമുക്ക് ഹാൾ നമ്മുടെ കാശ് രൂപ ഒന്നും കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ PG എഴുതിയ സമയം മുതലുള്ളതിനാണ്. അപ്പോൾ ഞാനിതിന് നമുക്ക് എക്സാമിന് ഇതിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ സ്റ്റുഡിയോയിൽ എടുക്കാൻ പോകുമ്പോൾ കാശ് രൂപയുള്ള ലോക്കറ്റ് ഞാനങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കില്ല. അല്ലാത്ത കാശ് രൂപ ഇടത്തുള്ളൂ. ബ്ലസ് ചെയ്ത് കിട്ടിയ ഉടമ്പടി കാശ് രൂപ ഞാൻ അങ്ങനെ ദേഹത്ത് ധരിച്ചുകൊണ്ട് നടക്കാറില്ല. അപ്പോൾ അത് ഞാൻ കഴുത്തിലേക്ക് മാലയിൽ കൊലുത്തിയിട്ട് കഴുത്തിലേക്ക് ചേർത്ത് ലോക്കറ്റ് പോലെ കാണുന്ന രീതിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഫോട്ടോയിൽ ആ കാശ് രൂപ ഉണ്ട്. അത് ഞാൻ വിചാരിച്ചത് കാശ് രൂപ ഇനി എക്സാമിന് കയറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് കയറ്റുന്ന ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റിൽ അമ്മയുടെ പ്രസൻസ് ഉണ്ട്. എനിക്കത് ആ ഒരു ഉറപ്പിൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ എക്സാംസിന് ഫുള്ളും എഴുതിയത്. കാര്യം എനിക്ക് 40 വയസ്സുണ്ട്. 15-10 വയസ്സെങ്കിലും താഴെയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എനിക്ക് അവരുടെ ഒപ്പം പഠിച്ചെത്താനോ ഒന്നിനും എല്ലാ കാര്യത്തിലും പുറകിലാവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ കർത്താവ് മാത്രമാണ് എൻ്റെ പേരിൽ, ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് മാത്രമാണ് ഓരോ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എക്സാമിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെയുള്ളതിൻ്റെ പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ ഓരോന്നിനും വന്നിട്ടുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറണം എന്നുള്ളൊരു ഞാൻ നായ്ക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം മാറണം എന്ന് പറയാൻ പ്രിൻസിപ്പാളും തുടർന്നുള്ള ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും വിളിക്കുന്ന സമയത്തും എൻ്റെ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള അറിയില്ല. സംസാരിച്ചതിൻ്റെയൊക്കെ കഴിയുമ്പോൾ എല്ലാത്തിലും അവിടെ നിൽക്കാം എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ട്. വേറെ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഇത് ഉടമ്പടിയിലായതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ളൊരു കൃപയായിട്ട് എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പ്രശ്നമുണ്ട് എനിക്ക് അവരോട് ദേഷ്യമോ വൈരാഗ്യമൊക്കെ തോന്നും. പക്ഷേ ഈ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു കാര്യം പോയിട്ട് ഇവർക്ക് വേണ്ടി സമാധാനത്തോടും സന്തോഷത്തോടെയും പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ഗ്രേസ് അത് കർത്താവ് ഉടമ്പടിയിൽ അമ്മ വഴി നേടിത്തന്നെന്നുള്ളത് മാത്രമേ എനിക്ക് നമ്മളെപ്പറ്റി നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അവിടെ നിന്ന് അവരങ്ങ് മാറി എന്നുള്ള ഇതുപോലെയുള്ളത് വന്നത്. അപ്പോൾ ഞങ്ങൾ യാക്കോബക്കാർക്ക് ഇങ്ങനെ ഈ ഇതൊന്നുമില്ല. നമ്മൾ വെന്തിങ്ങ അല്ലെങ്കിൽ ഈ ഉത്തരീയം ധരിക്കുന്ന ഇതില്ല. പക്ഷെ അത് ഞാൻ ഇവിടുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ധരിച്ചതാണ്. അപ്പോൾ ഈ അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത്. ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയാണ് പൊതിഞ്ഞു ഒടിച്ച് നിർത്തുന്ന പോലെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നേരത്തെ ഉള്ളൊരു കാര്യം കൂടെ പ്രധാനമായിട്ടുള്ളത് പറയുന്നതെന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ഇവിടെ എഴുതണം, ഇവിടെ കയറണം എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. അത് 10-12 വർഷത്തെ ഗ്യാപ്പാണ് കിടക്കുന്നത്. അപ്പോൾ വെറുതെ എക്സാം എഴുതിയാണ്. പക്ഷെ അതിനും കയറണം എന്നൊന്നുമുള്ളൊരു ഇതില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടാണ്. US-ലെത്തിൻ്റെ തന്നെ തുടരണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ 2009 പാസ്സായത്. അപ്പോൾ 2021 എക്സാം വെറുതെ ഏതായാലും വീട്ടിൽ നിൽക്കുമല്ലോ എന്നുള്ള രീതിയിൽ എഴുതി. ഞാൻ ഇതിനകത്ത് വലിയൊരു സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. PGക്കുള്ള നീറ്റ് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 21 അവസാനം അമ്മ എൻ്റെ ഹാൾ ടിക്കറ്റും കൊണ്ട് പരീക്ഷ സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ എപ്പോഴോ കഴിഞ്ഞാണ് ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് 2022 അച്ഛനെ ഏപ്രിലിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാനിപ്പോഴും അച്ഛനോടൊരു അച്ഛൻ എനിക്ക് ഇവിടെ പഠിക്കണോ തുറന്ന് US പഠിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഇതുകൊണ്ട് ആൾക്കാരെ പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ ഒറ്റ സെൻറ്റൻസാണ് പറഞ്ഞത്, അമ്മ ഇവൾക്ക് ഇവിടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയുള്ള കാര്യം അമ്മ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ച് വിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കാലിക്കറ്റിലത്തെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പോൾ അവിടെ ഒരു കോർട്ടിലൊരു കേസിൻ്റെ ഉള്ളതുകൊണ്ട് അതാണോ എന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് KMCT മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ MS ഓർത്തോയുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്, വന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒറ്റയടിക്കാൻ പെട്ടെന്ന് പറഞ്ഞത് ഇല്ല എന്നാണ്. കാര്യം ഇവിടുത്തെ ആണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വെളിപാട് 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആ അധ്യായത്തിലുള്ള 3.5 വർഷം അവൾക്ക് താമസിക്കാൻ മരുഭൂമി ഞാനൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, ഇതമ്മ ഒരുക്കിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം തുടർ നടപടികളിലേക്ക് പോയി. ഇപ്പോൾ പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തില്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്ങും ബാക്കി പുതുക്കലും കഴിഞ്ഞിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാനൊന്നും നോക്കിയില്ല, ഇവിടെ വന്ന് ഇതിന് ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതിന് പറഞ്ഞത്. പക്ഷേ എനിക്കറിയാമെന്ന് മനസ്സിലറിയായിരുന്നു ആ ഡേറ്റ് നീട്ടി വെക്കും. പിന്നെ ബാങ്കിലേക്ക് പോയി ക്യാഷ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയുള്ള ഗോൾഡ് ലോണൊക്കെ വെക്കാൻ
കൊടുക്കാൻ വേണ്ടി. അപ്പോഴും ഇപ്പോൾ പോകുന്നില്ല, ഇതൊക്കെ റെഡിയായിട്ട് അപ്പം മനസ്സിലൊരു ഉറപ്പാണ് അമ്മ ഇരുന്നിട്ടാ ഇത് നീ എല്ലാം റെഡിയാക്കുമ്പോഴേ ഉള്ളൂ അവിടുത്തെ ലാസ്റ്റ് ഡേറ്റും യൂണിവേഴ്സിറ്റിയുടേത് ആകത്തുള്ളൂ. അങ്ങനെ വന്നു, അവിടെ ജോയിൻ ചെയ്തു. ഒത്തിരിയും പ്രശ്നങ്ങളുടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രസൻറ്റേഷന് എനിക്കൊരു കുറച്ചെങ്കിലും ഞാനൊരു മനസ്സുരുക്കത്തോടെ ആണെങ്കിൽ ഞാൻ എനിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് പോകും. അപ്പോൾ അമ്മയോട് ഞാൻ പറയും അമ്മ ഇവിടെ വന്ന് നിൽക്കണം. അപ്പോൾ നിൽക്കുമ്പോഴും പറയുമ്പോഴും പേടിയാണ്, എന്നാ പറയുന്നതെന്ന് പോലും എനിക്കൊരു അറിയത്തില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക് പ്രസൻറ്റേഷന് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പോലത്തെയുള്ള അതിൻ്റെ അല്ല, അത് ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് വലിയൊരു ബോധമില്ലാതെ നിൽക്കുന്ന സമയത്തിൽ HOD അന്നുണ്ടായിരുന്ന ഉമ്മർ പറയൽ സാർ, അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ സാറ് പതിഞ്ഞു വെച്ചാൽ സംസാരിക്കും. അപ്പോൾ സാറ് എല്ലാം പറഞ്ഞു വെരി ഗുഡ് എന്ന്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനത് എനിക്ക് തന്നെ എന്നറിയില്ല, പക്ഷെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ അങ്ങനെ സാറ് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഉണ്ടായിട്ടുണ്ട് പ്രസൻറ്റേഷൻസ്. പിന്നെ ടോട്ടലി എനിക്കറിയത്തില്ല എന്നുള്ള രീതി എനിക്ക് ലാസ്റ്റാണ് മനസ്സിലാവും ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്ന ടോപ്പിക്ക് പോലും വേറെയാണെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മയും കൂട്ടി പോയി നിന്നിട്ടുള്ളപ്പോൾ ആരും അതിനെപ്പറ്റി ഈ പറയുന്നത് ഞാൻ പറയുന്ന വേറെ ടോപ്പിക്കാണ്, വേറെ കാര്യമാണ്, പക്ഷെ അവരാരും അതിനെപ്പറ്റി ഒന്നും പറയാതെ എല്ലാവരും തലയാട്ടി കേട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ സമയത്ത് സാറിക്ക് ചോദിച്ചിട്ടുള്ളപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് അവർ യെസ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ആൻസർ എൻ്റെ വായിൽ നിന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറയുന്ന പോലെ എന്തോ ഇതിങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ ഇത് ഓരോ വാക്കും പറയും ഇതെന്താ ഞാൻ ഈ പറയുന്നത്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. ആ ഒരു അങ്ങനെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ ഇതൊരു നിന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം ആ ഒരു പ്രസൻസ് തോന്നിയിട്ടുണ്ട്. ഇട്ടിട്ട് പോരണം എന്നുള്ള രീതി ഒത്തിരി പ്രശ്നങ്ങൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി തളർന്നിട്ടുള്ളപ്പോഴത്തേക്കിനും എല്ലാം സുഗന്ധാഭിഷേകം അത് ഇവിടുത്തെ അമ്മയുടെ എന്നുള്ള ഒരു ഇതുപോലെ ആ മുല്ലപ്പൂവിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഒരു മുല്ലയുടെ ഒരു കാട് ഒന്നിച്ച് പൂത്ത് നിൽക്കുന്ന പോലെ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം ഭയങ്കര അസ്വസ്ഥപ്പെട്ടിരുന്നിട്ട് ഒരു ഈസ്റ്ററിന് ഞങ്ങൾക്ക് കുരിശ് മുത്തുന്ന ഇതുണ്ട് ഉയർപ്പിന്. അപ്പോൾ കുന്തിരിക്കത്തിലാണ് ഈശോയെ അടക്കം ചെയ്യുന്നത്. അത് തുറക്കുമ്പോൾ കുന്തിരിക്കത്തിലുമാണേ വരത്തുള്ളൂ, നമ്മൾ മുത്തുവാണ് മാക്സിമം. പക്ഷേ എനിക്ക് അവിടെ ഇങ്ങനെ മുത്തി ഒരു അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു വർഷത്തിൽ ഉടമ്പടിയിലായിരുന്നപ്പോൾ നല്ല ശക്തമായ കുടമുല്ലപ്പൂവിൻ്റെ മണമാണ് വന്നിട്ടുള്ളത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അനേകം സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ രോഗികളുടെ ഒക്കെ പോലും അടുത്ത്. അതിപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ വളർത്തു മൃഗങ്ങളുടേത് മരിച്ചു പോകുന്നൊക്കെ ഉള്ള പോലെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള പോലത്തെ ഒത്തിരി ഉണ്ട്. ഏത് തടസ്സങ്ങളുള്ളപ്പോഴൊന്നും മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് അവിടെ കയറുമ്പോഴത്തേക്കിനും അമ്മയാണ് അവിടെ വന്ന് കൂടെ നിൽക്കുന്നത്. അതായത് ഫയൽ അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിട്ടിട്ട് പോയാലും മറ്റേ അമ്മയുടെ കയ്യിലിരിക്കുന്ന പോലത്തെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. മിഷണറി അങ്ങനത്തെ ഒരു പ്രവർത്തനം പ്രധാനമായിട്ട് ആദ്യമെങ്കിൽ പത്രത്തിൻ്റെ കോട്ടയത്തായിരുന്ന സമയത്തൊക്കെ ഇതെന്തിനാണെന്നൊക്കെയുള്ള രീതി ഉടമ്പടിയുടെ തുടക്ക സമയത്ത് അപ്പം വേറെ ആൾക്കാരിൽ നിന്ന് നോക്കിയിട്ട് ഒത്തിരി ഒരു നെഗറ്റീവ് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഉറപ്പാണോ എന്നുള്ള അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോട്ടയത്ത് ഇവിടെ ആൾക്കാർ റിസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവർക്കും ഒത്തിരിയും പത്രം കിട്ടാറുണ്ട്, ഇതുമായിട്ട് ഒത്തിരി അടുത്തിട്ടുള്ളതായതുകൊണ്ട്. പക്ഷേ അപ്പോൾ എനിക്കിതൊന്ന് കൊടുക്കാനൊരു പറ്റുന്ന ഒരു തുറവ് കിട്ടണം. മെഡിക്കൽ കോളേജിലൊന്നും അന്ന് ആരും വാങ്ങിക്കില്ല, അതവിടെ വെറുതെ ഇരിക്കലേ ഉള്ളൂ. അപ്പം ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കുക, മെഡിക്കൽ കോളേജ് പറ്റിയില്ല, ബസ് സ്റ്റേഷൻ റെയിൽവേയിലെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ പുറകിൽ ആൾക്കാർ വരും. അപ്പോഴാണ് എനിക്ക് കോഴിക്കോടെന്ന് പറഞ്ഞൊരിത് തുറന്നു കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വെൽക്കമിങ് ആണ്. അപ്പം അറിയാമല്ലോ ഒത്തിരി എനിക്ക് പത്രം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് പിടിച്ചു വാങ്ങിയാണ്. പോലീസുകാരും ഒക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്ന് പറയുന്നത് അത്ര ഈസി ആവുന്നതിലൊരു കാര്യമില്ലല്ലോ നമുക്ക്. അതായത് അറിയത്തില്ലാത്തവരുടെയും കൂടെ അടുത്തല്ലേ, വേറെ മതസ്ഥർ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മിഷണറീസിൻ്റെ എത്ര ബുദ്ധിമുട്ടാണെന്നൊരു അതൊന്ന് മനസ്സിലാകണം എന്നുള്ളൊരു ഇതിൻ്റെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ അറിയത്തില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇതിൽ. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ അവിടെ ഒത്തിരി ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള സഹോദരങ്ങൾ വരുമല്ലോ ജോലിക്കായിട്ടും പലപ്പോഴും ഞങ്ങളിവിടെ ഒത്തിരി പേരെ കാണാറുണ്ട്. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് പത്രക്കെട്ടുകൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും വാങ്ങുക എന്ന് പറഞ്ഞെന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കിനും ഈ മിഷണറി പ്രവർത്തനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അമ്മ എവിടെ കൂടെ വരും. അതിൻ്റെ അകത്ത് വേറെ പ്രാർത്ഥനയൊന്നും വെക്കത്തില്ല, ഇതിൽ എല്ലാവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഓരോ ഈവൻ എനിക്ക് ഇങ്ങനെ ഇത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അവരുടെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവർ റിസീവ് ചെയ്യില്ല, ചിലർക്ക് ഇതെന്താണെന്നുള്ള അറിയില്ല. എനിക്ക് ഹിന്ദിയിലൊന്നും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ വിമുഖതയോടെയുള്ളതാണെങ്കിലും
വാങ്ങിക്കും. അപ്പം ഞാൻ മനസ്സ് ഇത്രയും മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഇത് ഈശോയെ അറിയാൻ വേണ്ടി ഉതകുന്നതാകണേ എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നോർത്ത് ഇന്ത്യയിലും, അതായത് ഇവിടെ നമുക്ക് കേരളത്തിലെ മണ്ണ് പോലെ അല്ലല്ലോ, അതിലുള്ള അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നല്ല തോമസ് ലീഹ മുതലൊക്കെയുള്ള മിഷണറീസിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് എനിക്ക് ഇവരുടെ ഇടയിൽ അറിയുന്നില്ലാത്തവരുടെ ഇടയിൽ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനുള്ളതാണ്. കാരുണ്യ പ്രവർത്തികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എല്ലാ മനുഷ്യരെയും ഒത്തിരി സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവിടെ മനുഷ്യർക്ക് അധികം ഒരു ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതൊരു ആ സ്ഥലത്തിലെ ആ ആൾക്കാരുടെ മേന്മയായിരിക്കും, നല്ല മനസ്സുള്ളവരാണ് ചെയ്യുന്ന. അവിടെയുള്ള മനുഷ്യർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളവരെ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതലും സ്ട്രേ ഡോഗ്സിനാണ് ഫുഡ് കൊടുക്കാറുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്നാലും ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയോടെ മാത്രമാണ് കൊടുക്കുന്നത്. തുടർന്നും ഉടമ്പടി തന്നെ ജീവിക്കാനുള്ളതാണ്. അത് തീരുമാനവും ആഗ്രഹവും അതിന് കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി പറയാൻ വിട്ടു, എക്സാമിന് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കുറച്ച് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നിപ്പിലെന്ന് പറയുമ്പോൾ അത്ര എടുക്കാൻ കാര്യം ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് പറയുന്നൊരു തുക സ്വരുക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ, പക്ഷേ എനിക്കെന്നാന്ന് വെച്ചാൽ എക്സാം സെൻറ്റർ മാറ്റിയെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവിടെ ആണെങ്കിലും മാത്രമേ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ്. പക്ഷേ ക്യാഷിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, പക്ഷേ എഗ്രി ചെയ്തു. അപ്പോൾ ഈ വിഷയ 45 ആ വചനം ഉണ്ടല്ലോ, നമ്മൾ ഞാൻ നിനക്ക് മുമ്പാകെ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും, ഇതിന് പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവകർത്താവ് ഞാനൊന്ന് അറിയാൻ വേണ്ടി അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിലെ ധനശേഖരവും നിനക്ക് തരുമെന്ന് അമ്മ ഇത് പ്രാർത്ഥിക്കുന്ന കാര്യം. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ വേറെ ഉടമ്പടിയിലാണ്, പക്ഷേ ഞാൻ വീക്കായിട്ടുള്ള സമയത്തൊക്കെ അമ്മ മതം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അമ്മയാണ് ഉറപ്പിച്ച് പറയുന്നില്ല, അതിനുള്ള മാർഗ്ഗം എന്തെങ്കിലും വരും. അപ്പം എനിക്കറിയാം ലോജിക്കലി മാർഗ്ഗമൊന്നും ഇല്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ചെറിയ ക്ലാസ്സിൽ എപ്പോഴോ എന്തെങ്കിലും പഠിച്ചിരുന്നപ്പം എൻ്റെ പേരിൽ അച്ചാച്ചൻ എടുത്തിരുന്ന മെറ്റ് ലൈഫിൻ്റെ ഒരു പോളിസി അത് തുറന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് അതിൽ അന്ന് കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവർ പറയാണ് ഇങ്ങനെ ക്യാഷ് ആയിട്ടുണ്ട്, ഐഡൻറ്റിറ്റി രേഖകളുമായി വന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വന്നു കളക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന എത്രയാണോ അതിനേക്കാൾ കൂടുതലൊരു തുക, ആദ്യം എന്ന് പറഞ്ഞിരുന്നൊരു തുക ആണ് അമ്മ ഇവിടെ കരുതി വെച്ചിരുന്നത്. പിന്നെ അത് കോളേജിൽ നിന്ന് ഉള്ള സമയത്ത് അതിനേക്കാളും തുക കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കി മാസത്തിലുള്ള എനിക്ക് വേറെ ഉള്ള ചിലവുകളും എല്ലാം കരുതാൻ വേണ്ടി എന്നുള്ള രീതിയിൽ അതാക്കി കരുതി അത് വെച്ചിരുന്നു. അപ്പം പിന്നെ അതുപോലെ ലാസ്റ്റ് എൻ്റെ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു എക്സാം വരുന്നത്. അപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ എക്സാമിന് തൊട്ട് മുമ്പ് എല്ലാ സാധനങ്ങളും, അതായത് 3-4 വർഷമായിട്ടൊരു വീട് പോലെ ജീവിക്കുക, എല്ലാമായിട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആരുമില്ല. എനിക്ക് ഒരു രീതിയിൽ അത്രയ്ക്ക് സ്ട്രെസ് അനുഭവിച്ച ഒരു സമയം. എല്ലാ ദിവസവും ഇവർ വിളിച്ചിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാനിത് അമ്മ ഏൽപ്പിച്ചു. ഇവിടെ വന്ന് ബ്ലെസ്സിങ് പ്രെയറും അത് എഴുതിയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നെ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ റൂംമേറ്റായിട്ട് വേറെ കുട്ടിയുണ്ട്. അവളുടെ അവിടെ താമസിക്കുന്നില്ലായിരുന്നു, അവൾക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് അവൾ പുറത്ത് നിൽക്കുക, കുഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് ആ റൂമിൽ വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരാളില്ല, എനിക്ക് റൂംമേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനത്തിനുള്ള മാർഗ്ഗം കർത്താവ് തുറന്നു തന്നെ. ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ കോളേജിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ടുള്ളപ്പോൾ എനിക്ക് മാറേണ്ട എക്സാം വരെ ഒന്ന് നിൽക്കാം, അവളുടെ ഇതിൽ നിൽക്കാം, വേറൊരാളങ്ങോട്ട് വരില്ല. എനിക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ആ അവസ്ഥയിൽ അങ്ങനെ ഇതിൻ്റെ വന്നു. തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നില്ലായിരുന്നു ഒത്തിരി ഇതിൻ്റെ കൊണ്ട്. മാത്രമല്ല അവർ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ സ്ലോ ആണ് പിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ പകുതിയിൽ യൂക്കാരിസ്റ്റ് അഡറേഷൻ, അതായത് നിത്യാരാധന തുറന്നു വെച്ചിട്ടാണ് ഈശോയുടെ പ്രസൻസ് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളൊരു കോപ്പി കാത്തലിക്കാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ കർത്താവ് അങ്ങ് ചെയ്തു തന്നോളൂ. ഞാൻ ഇത് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, അവിടെ നിന്ന് ആരും പറഞ്ഞതില്ല. അപ്പോൾ കർത്താവ് മാത്രമല്ല, ഞാനങ്ങ് കരയുന്ന അവസ്ഥയിൽ പെട്ടെന്ന്. പക്ഷേ എൻ്റെ അനിയത്തി, അവൾ ഓൾറെഡി PG കഴിഞ്ഞായിരുന്നു, അവളെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇതെല്ലാം അയച്ചു നിൽക്കുക, ഞാനത് റെഡിയാക്കി തരാം. അവളിതെല്ലാം റെഡിയാക്കി എനിക്ക് ബാക്കിയാക്കി തന്നു. അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ പോലും അല്ലാത്തൊരു ഇൻറ്റേൺ നേരത്തെ കഴിഞ്ഞിട്ട് പോയാണ്. ആ കുട്ടി ഇങ്ങനെ വെറുതെ വന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ സഹായം എടുക്കേണ്ടി വന്നില്ല. ഇതുപോലെ ഇപ്പോഴത്തെ കർത്താവ് ചെയ്തു തരുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തന്നു. വേറെ എക്സാം ബയോസ്റ്റാറ്റിക്സിൻ്റെ ഇങ്ങനെ PG എക്സാം, PGയുടെ ആ 3 വർഷങ്ങളെന്ന് പറയുമ്പം തുടരെ ഇങ്ങനെ കടം
നമ്പറുകൾ മാത്രമാണ്. പക്ഷെ അതിലെല്ലാം കൂടെ ഇരുന്നിട്ടുണ്ട്. ബയോസ്റ്റാറ്റിൻ്റെ എക്സാമിന് ഇരിക്കുമ്പോൾ ഞാൻ അവസാനം അമ്മയോട് പറഞ്ഞു, അമ്മ ഇതിൻ്റെ അപ്പുറം എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇതെന്നെ ഇത് പാസ്സാക്കിയിട്ടേ പറ്റുള്ളൂ, എനിക്ക് നിവൃത്തിയില്ല, എനിക്കിത് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതിൽ എല്ലാ ഇതിനും കൂടെ ഇരുന്ന് ഇതെങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെ തെറ്റാണെന്നൊക്കെ ഓരോന്നിനും നമുക്ക് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ കാര്യത്തിലും കൂട്ടത്തിലുള്ളൊരു സാന്നിധ്യമാണ്. ഇങ്ങനെ ഇപ്പം ഉടമ്പടി ഉപ്പിൻ്റെ ഇത് മിക്സ് ചെയ്താണ് പറയുന്നത്. പക്ഷേ ക്ഷമിക്കണം, ഞാൻ വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മീൻ കൃഷി ഉണ്ടായിരുന്നു. അപ്പം മീനുകളെല്ലാം പോയി. പക്ഷേ അന്നേരം വിശ്വാസപ്രമാണം ചൊല്ലി ഈ ഉപ്പ് അവിടെ ഇട്ടപ്പോഴത്തേക്കിനും 2-3 ദിവസം കഴിഞ്ഞ് മട പോയി ഇങ്ങനെ പുറത്തേക്ക് ആറ്റിലേക്ക് പോയ മീൻ അവിടേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ശരിക്കും കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ള പോലത്തെ ഇതാണ്. ഞങ്ങളുടെ നോയമ്പിൻ്റെ പ്രയറിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പറയും, ഈശോ ഭരണവനും നോമ്പാലും ഉപവാസത്താലും സൂര്യനെയും ചന്ദ്രനെ വിലക്കി ടൈം അവിടെ സ്റ്റോപ്പ് ചെയ്തു തന്നു. അമ്മ ടൈം ധൃതിയിലാക്കേണ്ടപ്പം അതായത് 2021 ബാച്ചിലാണ് ഞാൻ 2022 കയറിയത്. അങ്ങനത്തെ ഷോർട്ടനിങ് ഉണ്ടായിട്ടുണ്ട്. നിർത്തി വെക്കണ്ടേ, ഞാൻ റെഡിയാകുന്ന വരത്തേക്കിനും തീസിസിൻ്റെ ഓരോന്നിൻ്റെ വർക്ക് ഇങ്ങനെ ഓരോന്നും അവിടെ ഹോൾട്ട് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്, ഞാനും കൂടെ റെഡി ആവുന്നവരെ. അങ്ങനെ ഈ ഒരു ബാക്കി എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഈശോയുടെയും അമ്മയുടെ ഒരു പ്രസൻസ് ആണ് വിലമതിക്കുന്നത്. അതിൽ തന്നെ തുടരാനാവണേ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവത്തിന്